ഇപ്പൊ കളി കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ ഇവന്റെ താടിന്റെ പകുതി എടുക്കും അല്ലെങ്കിൽ ഇവന്റെ താടിന്റെ പകുതി എടുക്കും. എന്തെങ്കിലും ഒന്നും നടക്കും. താടി പോകുന്നു പേടിച്ചിട്ട് കള്ളക്കളി കാണിക്കുന്നു. ഒരു പേടിയില്ല, അവന്റെ തന്നെ പോകും ഗൈസ്. അയ്യോ പോയി. നമ്മൾ ഇന്ന് ടർഫ് കളിക്കാൻ പോകണം. ഇവന്റെ മോഹം കണ്ടോ? സുന്ദരമായ താടിയെ നമ്മൾ ഇന്നൊരു താജ്മഹൽ ഇന്നത്തെ ഇതെന്ന് വെച്ചാൽ ടർഫിലെ ചാലഞ്ചാണ്. ഞാനും സ്വന്തമാണ് രണ്ട് ടീം. ഞാൻ തോക്കുകയാണെങ്കിൽ എന്റെ താടി ഞാൻ എടുക്കും. നിന്റെ താടി നീ എടുക്കത്തില്ല, നമ്മൾ താടിയാണ് ഗൈസ്. അപ്പൊ ഇതിലാര് തമ്മിൽ ഇവർക്ക് രണ്ടുപേർക്കും സ്വന്തം ടീം ഇഷ്ടത്തിന് ഇറക്കാം. എന്നിട്ട് തമ്മിൽ മാച്ചാണ്. 1 മണിക്കൂറായിരിക്കും മാച്ച്. അതില് അല്ല വേണ്ട, നിന്നെ വേണ്ട. സേഫ് ആണ്, താടി പോവും. അപ്പൊ നമ്മുടെ ചാലഞ്ച് സാധനം എന്താ ഇവിടെ റെഡിയാണ്. ഓരോരുത്തരുടെ പെർഫോമൻസ് കാണാൻ കഴിയും. കളയുന്നതായിരിക്കും. വണ്ടിയിൽ അവൻ എണീച്ചെന്ന് വരും. അഭിരാം സാന്തോ ടർഫിൽ വന്നിരിക്കാണ്. ഡ്രിമ്മർ കൊണ്ടാണ് വന്നത്. ഇപ്പൊ കളി കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ ഇവന്റെ താടിന്റെ പകുതി എടുക്കും അല്ലെങ്കിൽ ഇവന്റെ താടിന്റെ പകുതി എടുക്കും. എന്തെങ്കിലും ഒന്നും നടക്കും ഗൈസ്. സ്പോട്ടിൽ എടുക്കും. സ്പോട്ടിലാണ് നമ്മൾ റാൻഡമായി ടീം എടുക്കാൻ പോകുന്നത്. അപ്പൊ ഗൈസ് നമ്മൾ ടീം ഇട്ട പ്രോസസ് എന്ന് വെച്ചാൽ രണ്ട് നല്ല ടീം രണ്ടുപേരെ വെച്ച് പേരാക്കും. അതൊക്കെ അവരെ എന്തെങ്കിലും അവരുടെ മനസ്സിലുള്ള എന്തെങ്കിലും പേര് പച്ച നീലാതോ അങ്ങനെ എന്തെങ്കിലും 2 പേരിടും. നമ്മളെ ക്യാപ്റ്റന്മാരത്തൊന്നും ചോദിക്കും, ഏത് വേണമെന്ന് ചോദിക്കും. ഫസ്റ്റ് വിളിക്കുന്ന ആളിന് അയാളെ കിട്ടും. മഞ്ഞ ഇവൻ വിളിച്ചെന്ന് വെച്ചോ, മഞ്ഞ എനിക്ക് കിട്ടും, നീല ഇവനും കിട്ടും. ടീം ഇട്ടിട്ട് വരാം ഗൈസ്. ഡാർക്ക് പച്ചയാണോ ലൈറ്റ് പച്ചയാണോ? ആര് വിളിക്കുന്നത്? നീ വിളിക്കുന്നത്? ഞാൻ വിളിക്കുന്നത്? ഞാൻ വിളിക്കാം. ഓക്കെ, ലൈറ്റ് വെച്ച. ഓക്കെ ഗൈസ്, അപ്പൊ കൃഷ്ണ എന്റെ ടീമിൽ ആദ്യത്തെ പ്ലെയർ കൃഷ്ണയാണ് ഗൈസ്. യു ഗോട്ട് ഹിം. ഫ്രൂട്ടിയാണോ മിറിന്റാണോ വേണ്ടി? നിനക്കേതാ? നീ ഏതാ? ഞാൻ മിറിന്റ്. ഫ്രൂട്ടി. താടി പോകുന്നു പേടിച്ചിട്ട് കള്ളക്കളി കാണിക്കുന്നു. ഒരു പേടിയില്ല, അവന്റെ തന്നെ പോകും ഗൈസ്. നമ്മൾ കേട്ടില്ല. നീ വിളിച്ചോ? ഞാനല്ലേ നീ കേട്ടോ? മിറണ്ടവൻ മിറണ്ട അങ്ങനെ അപ്പുറത്ത് വയ്ക്കുവാണ്. ഇത് പോകുന്നാ തോന്നുന്നേ ഗൈസ്. ഇത് പോകുന്ന തോന്നേ. സ്ട്രോങ് ടീമാരാ. ഏത് ടീമായാലും നമ്മൾ സ്ട്രോങ് ടീമാരാ. പറയാനല്ലേ അറിയുള്ളൂ. അബ്രാം നമുക്ക് അൽഫാം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അഫ്ഗാനി അഫ്ന. താടി ഇല്ലാണ്ട് അൽഫാം തിന്നാൻ പോകുന്നത് മോഹൻ ആലോചിച്ചോക്ക്. ടീമിലുള്ളവർക്ക് മന്തി. ആൽവിനാണോ ആദിത്യനാണോ? ആൽവിൻ. We got him. Amresh is back. Yes guys, എന്റെ ടീം ഞാൻ ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്റെ ടീം എന്ന് പറഞ്ഞാൽ ഞാൻ, അനന്തു, പിന്നെ കൃഷ്ണഹരി, യാസിൻ, പിന്നെ നമ്മള് പുതുമുഖമായിട്ട് അശ്വന്തിനെ ഇറക്കുന്നത്. അതുപോലെ എന്റെ ആദി, മറ്റേ ആദി, ശ്രീരാജ്, പിന്നെ അമൃതേഷ്. Start the batting. No celebration guys for why not? അപ്പൊ ഈ നിമിഷത്തെ എന്തോ ഒന്ന് ഫസ്റ്റ് തന്നെ ഗോൾ വഴങ്ങി. കളി തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ കംബാക്ക് അടിക്കും. ഫുട്ബോൾ ഇത്രേ പറയാനുള്ളൂ ഗൈസ്. നിർണായക സമയമാണ് ഗൈസ്. 4-5 എന്ത് സംഭവിക്കാം. ജയിക്ക് ഏതെങ്കിലും ഒരു ടീം ജയിക്കും ഗൈസ്. നല്ല താടിയേനും ചന്തുവിന്റെ അത് പോയി. കളി ഭയങ്കര ആവേശമായിരുന്നു. 5-3 അല്ലേ ഞാൻ 5-3 5-5 അഭിരാമം തിരിച്ചെന്നിരിക്കുന്നു. പിന്നെ ഒരാളെ താടി എടുക്കണ്ടേ? സമനില. അതാ ട്വിസ്റ്റ്. എന്ത് ട്വിസ്റ്റ്? രണ്ടുപേരും താടി എടുക്കുന്നില്ല. ട്വിസ്റ്റ് സമനില. ഏതെങ്കിലും ഒരു ടീമിന് ജയം ഉണ്ടാവും. അത് ഇന്നുണ്ടാവും. അത്
ഇറ്റ്സ് വെരി റിസ്ക്. പെനാൽറ്റി വേണ്ടാല, പെനാൽറ്റി ആണ്. കളി കഴിഞ്ഞ സ്കോർ 5-5. ഡ്രിമ്മർ ഉപയോഗിക്കണില്ല, അതുകൊണ്ട് ജയിച്ച് കളി അതിന്റെ ചെയ്യാൻ പോകും. എല്ലാരും നമ്മുടെ താടി പോകുന്ന കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. നടന്നില്ല. സമനിലയിൽ ഇവർ സമനില തിരിക്കി. അപ്പോ ഇനി നമ്മൾ അടുത്ത ഇതിനേക്കാളും അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുക. ലൈഫിലുണ്ടാവുന്ന കാര്യങ്ങളായിരിക്കും നമുക്കുള്ള കളി. ഇതേപോലെ പല പല ഫുട്ബോൾ, ക്രിക്കറ്റ്, ഇങ്ങനെ പല പല മാച്ച് ആയിട്ട് വരും. അതുവരേക്കും ഇല്ല സമനില. ജയിച്ചെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. വാർത്താളത്തിനൊരു കുറവില്ല. ജയിച്ചില്ല, എങ്ങനെയോ തട്ടി കുടിക്കാൻ ആ ശ്രീരാക്കെ കീപ്പർ ഒന്നും ജയിച്ചു. അതിൽ വാർത്താളത്തിനൊരു കുറവില്ല. പറഞ്ഞേ ഇവര് വരാൻ ബുദ്ധിമുട്ടുണ്ടാവും. കളിച്ച് നമ്മൾ പക്ഷെ ജയിച്ചതാ വരാം. ഒറ്റ പ്ലെയറിന്റെ കഴിവ് കാരണം ജയിച്ചതല്ല, മീൻസ് സമനിലയി. പക്ഷെ മൊത്തത്തില്